നമസ്കാരം. ലോകം മിഡിൽ ഈസ്റ്റിലെ യുദ്ധമേഖലകളിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഫോടനാത്മക പ്രഖ്യാപനം കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അമേരിക്കയും അതിന്റെ സഖ്യരാജ്യങ്ങളും സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നടത്തിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ നാവികസേനയെ ആണവായുധ ശേഷിയുള്ള യുദ്ധശക്തിയാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. കരയിലും ആകാശത്തും മാത്രമല്ല കടലിലും ആണവശക്തി ഉറപ്പിക്കാനാണ് പോങ്യാങ്ങിന്റെ പുതിയ തന്ത്രം. കിം ജോങ് ഉൻ നേരിട്ട് പ്രഖ്യാപിച്ച ഈ നയം ഉത്തര കൊറിയയുടെ സൈനിക ശക്തി പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭാഗത്തു നിന്നുള്ള സൈനിക ഭീഷണികൾ നേരിടാൻ തങ്ങളുടെ നാവികസേനയെ ആണവായുധം പ്രയോഗിക്കാനാവുന്ന അത്യാധുനിക സേനയായി മാറ്റുകയാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചതോടെയാണ് രാജ്യത്തിന് കരുത്തുകൂട്ടാൻ വേണ്ടി വന്നാൽ തിരിച്ചടിക്കാനുമായി പ്രതിരോധ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ പ്ലീനറി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കൊറിയൻ ഉപദ്വീപിലെ സാഹചര്യം ആണവായുധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണെന്ന് കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി. ഇതിനെ പ്രതിരോധിക്കാൻ ആണവ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സൈനിക ശേഷി അതിവേഗത്തിൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ ഉത്തര കൊറിയ ശക്തമായി വിമർശിച്ചു. ഇതിന് മറുപടിയായി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പുതിയ യുദ്ധക്കപ്പലുകളും 10,000 ടൺ ക്ലാസ് തന്ത്രപ്രധാന ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളും നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഉത്തര കൊറിയ വേഗത്തിലാക്കി. തങ്ങളുടെ ആണവ നയം ഒരിക്കലും മാറ്റാനാകാത്തതാണെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുകയാണ്. ആണവ നിരായുധീകരണത്തെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന് കിമ്മിന്റെ സഹോദരി കിം യോ ജോങ്ങും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസുമായും ദക്ഷിണ കൊറിയയുമായും നിലനിൽക്കുന്ന കടുത്ത ഭിന്നതകൾക്കിടയിലാണ് നാവികസേനയെ കൂടി ഉൾപ്പെടുത്തി ആണവ പ്രതിരോധം ശക്തമാക്കാനുള്ള ഉത്തര കൊറിയയുടെ ഈ നീക്കമുണ്ടായിരിക്കുന്നത്. ലോകരാഷ്ട്രീയത്തിന്റെ മറ്റൊരു കോണിൽ അമേരിക്കൻ സ്വാധീനത്തിന്റെ വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലും സ്വന്തം സുരക്ഷാ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കുന്ന സാഹചര്യമാണ്. ആഗോളതലത്തിൽ അമേരിക്കൻ നേതൃത്വത്തിന് പുതിയ വെല്ലുവിളികൾ ഉയരുമ്പോൾ ഉത്തര കൊറിയയുടെ ഈ പ്രഖ്യാപനം വാഷിംഗ്ടണിന് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നതാണ് വിലയിരുത്തൽ. ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സുരക്ഷാ സംവിധാനത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന നീക്കമായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് പസഫിക് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കടലിൽ നിന്ന് ആണവാക്രമണം നടത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിഞ്ഞാൽ നിലവിലുള്ള സുരക്ഷാ കണക്കുകൂട്ടലുകൾ എല്ലാം മാറിമറിയും. ഒരു വശത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം, മറുവശത്ത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, അതിനിടെ ചൈന തായ്വാൻ സംഘർഷ സാധ്യതകൾ. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഉത്തര കൊറിയയുടെ പുതിയ ആണവ നാവിക തന്ത്രവും ലോകരാഷ്ട്രീയത്തെ കൂടുതൽ അസ്ഥിരമാക്കുന്നത്. ലോകം ഒരു പുതിയ ആയുധ മത്സരത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ കൂടുതൽ സങ്കീർണമാവുകയാണോ, അതോ കിം ജോങ് ഉന്റെ ഈ പ്രഖ്യാപനം വെറും ശക്തി പ്രകടനം മാത്രമാണോ? ഉത്തര കൊറിയയുടെ പുതിയ നീക്കം ഏഷ്യൻ മേഖലയുടെ മാത്രം പ്രശ്നമല്ല, ലോക സുരക്ഷയുടെ ഭാവിയെ തന്നെ സ്വാധീനിക്കാവുന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമായേക്കാം. അതുകൊണ്ട് തന്നെ പോങ്യാങ്ങിൽ നിന്നുള്ള ഈ പ്രഖ്യാപനത്തിലേക്ക് ലോകം ഇപ്പോൾ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.